ഇപ്പോൾ AK ആന്റണി സംസാരിക്കാൻ ഒരുങ്ങുകയാണ്. PP തങ്കച്ചനെ ഓർക്കുകയാണ്. എല്ലാ രംഗത്തും വിദ്വേഷവും പകയും വർദ്ധിച്ചു വരുന്ന കേരളീയ സമൂഹത്തിൽ, കേരളത്തിലെ രാഷ്ട്രീയത്തിൽ PP തങ്കച്ചൻ എല്ലാവർക്കും ഒരു മാതൃകയായിരുന്നു. കേരളത്തിലൊരു മാതൃക പൊതുപ്രവർത്തകൻ്റെ രാഷ്ട്രീയ നേതാവായിട്ടാണ് തങ്കച്ചൻ്റെ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ പ്രസക്തി. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വിദ്യാർത്ഥി ജീവിതം എറണാകുളത്ത് ആരംഭിക്കുന്ന കാലഘട്ടം മുതൽ ഞാൻ പരിചയപ്പെട്ട അടുത്ത സുഹൃത്തുക്കളൊരാളാണ് PP തങ്കച്ചൻ. TH മുസ്തഫ, PP തങ്കച്ചൻ ഇവർ ഇരട്ട സഹോദരന്മാരെ പോലെ പ്രവർത്തിക്കുന്നൊരു കാലഘട്ടത്തിലാണ് ഞാൻ അവരുമായി പരിചയപ്പെട്ടത്. അതിനുശേഷം പെരുമ്പാവൂർ രാഷ്ട്രീയത്തിൽ TH മുസ്തഫ, PP തങ്കച്ചൻ, KGR കർത്ത, ഈ ത്രിമൂർത്തികളാണ് പെരുമ്പാവൂരും പരിസരത്തുള്ള കോൺഗ്രസ് രാഷ്ട്രീയം മാത്രമല്ല രാഷ്ട്രീയ നിയന്ത്രിക്കുന്നു. അന്ന് മുതലുള്ള ബന്ധമാണ്. തങ്കച്ചനെക്കുറിച്ച് പറഞ്ഞാൽ മനസ്സിൽ കൂടെ ധാരാളം ഓർമ്മകൾ കടന്നു പോകുന്നു. കഴിഞ്ഞ 60-ലേറെ വർഷങ്ങളായി ഞങ്ങൾ മാസത്തിൽ ഒരിക്കലെങ്കിലും സംസാരിക്കാറുണ്ടായിരുന്നു. കഴിഞ്ഞ 3 ആഴ്ച മുമ്പും അദ്ദേഹം അവസാനമായി ആശുപത്രിയിലേക്ക് പോകുന്നതിൻ്റെ തലേ ദിവസവും ഞാൻ അദ്ദേഹത്തോട് കുറച്ച് ദീർഘമായി സംസാരിച്ചു. എൻ്റെ ആദ്യകാല സുഹൃത്തുക്കൾ ഓരോരുത്തരായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവൾ ഏറ്റവും വലിയൊരടുത്ത ആത്മസുഹൃത്താണ് തങ്കച്ചൻ ഇന്ന് വേർപെട്ടത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന്, യൂത്ത് കോൺഗ്രസ്സിന് എറണാകുളം ജില്ലയിൽ അടിത്തട്ടിൽ വേരോട്ടം ഉണ്ടാക്കാൻ വേണ്ടി TH മുസ്തഫയ്ക്കൊപ്പം തോളോട് തോൾ പ്രവർത്തിച്ച ഒരു നേതാവാണ് PP തങ്കച്ചൻ. അതിനുശേഷം അദ്ദേഹം എറണാകുളം DCC പ്രസിഡൻ്റായി, MLA ആയി. ഒരു ഘട്ടത്തിൽ അദ്ദേഹം, ഞാൻ 2ാമത് മുഖ്യമന്ത്രിയായിരുന്ന അവസരത്തിൽ എൻ്റെ മന്ത്രിസഭയിലെ കൃഷി വകുപ്പ് മന്ത്രിയായിരുന്നു. കാർഷിക മേഖലയിൽ ഒരുപാട് പ്രശ്നങ്ങൾ കൃഷിക്കാർ നേരിട്ടിരുന്ന കാലഘട്ടത്തിലാണ് തങ്കച്ചൻ കൃഷിമന്ത്രിയായി ചാർജെടുത്തത്. പക്ഷെ അദ്ദേഹം ആ പ്രശ്നങ്ങൾ ഓരോന്നും ആഴത്തിൽ പഠിച്ച് കൃഷിക്കാരുമായി സംസാരിച്ച് കേരളത്തിലെ വിവിധ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾക്ക് സാമാന്യമൊക്കെ പരിഹാരമുണ്ടാക്കുവാൻ വിജയിച്ച കേരളം കണ്ട ഏറ്റവും നല്ല കൃഷിമന്ത്രിയിൽ അവരുടെ മുൻപന്തിയിലാണ് PP തങ്കച്ചൻ. ഞാൻ 2ാമത്തെ പ്രാവശ്യം മുഖ്യമന്ത്രിയായത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. അത് കോൺഗ്രസിൽ മുറിവുകളുണ്ടാക്കി, കേരള രാഷ്ട്രീയത്തിൽ സംഘർഷമുണ്ടാക്കി. ആ കാലഘട്ടത്തിലാണ് തങ്കച്ചൻ്റെ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രിയായത്. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പുറത്ത് കാണുന്ന ആ സംഘർഷമൊന്നും മന്ത്രിസഭയ്ക്കകത്തുണ്ടാകാതിരിക്കാൻ പറ്റുന്ന നിലയിൽ എല്ലാ പ്രശ്നങ്ങളും രമ്യമായി സൗഹാർദ്ദപരമായി പരിഹരിക്കാൻ വേണ്ടി മുൻകൈയെടുത്ത സമന്വയത്തിൻ്റെ, യോജിപ്പിൻ്റെ ഒരു പാത വെട്ടി തുറന്നത് അതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരാളാണ് PP തങ്കച്ചൻ. അതിനുശേഷം കേരള നിയമസഭയിലെ സ്പീക്കറായി. സംഘർഷഭരിതമായ എല്ലാ ഘട്ടങ്ങളിലും തങ്കച്ചൻ്റെ ഇടപെടൽ കൂടി ആ സംഘർഷങ്ങളെ ലഘൂകരിച്ച് ഭരണകക്ഷിയെയും പ്രതിപക്ഷത്തെയും കൂട്ടിയിണക്കാൻ തങ്കച്ചൻ കാണിച്ച അദ്ദേഹത്തിൻ്റെ ക്ഷമ, അനുഭവജ്ഞാനം, അതുപോലെ പ്രതിപക്ഷങ്ങളുള്ള അദ്ദേഹത്തിൻ്റെ വ്യക്തിബന്ധങ്ങൾ, ഇതെല്ലാം മറ്റവർക്ക് മാതൃകയാണ്. ഇന്ന് ഇന്ത്യക്ക് മാതൃകയാണ് നെടുമ്പാശ്ശേരി എയർപോർട്ട്. ബഹുമാനായ ശ്രീ K കരുണാകരനാണ് അതിൻ്റെ സൃഷ്ടാവ്. പക്ഷേ K കരുണാകരനോടൊപ്പം ഇന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ട് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പ്രവർത്തിച്ച 2 വ്യക്തികൾ PP തങ്കച്ചനും
അതുപോലെ തന്നെ TMJക്ക് അവിടെ സ്ഥലമെടുപ്പിൻ്റെ പേരിൽ അവരെല്ലാം നേരിട്ട ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ, വ്യക്തിഹത്യകൾ നിരവധിയാണ്. പക്ഷേ പതരാതെ കരുണാകരൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ അദ്ദേഹത്തിൻ്റെ ഇടവും വലവും നിന്ന് പ്രവർത്തിച്ച സുഹൃത്തുക്കളാണ് PP തങ്കച്ചനും അതുപോലെ തന്നെ നമ്മുടെ TMJക്കും. അദ്ദേഹത്തിന് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഗ്രൂപ്പ് കത്തിക്കാളുന്ന അവസരത്തിൽ ഗ്രൂപ്പുണ്ടായിരുന്നു. അത് ഗ്രൂപ്പിൽ അദ്ദേഹം ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമായിരുന്നു. പക്ഷേ കേരളത്തിലെ കോൺഗ്രസിലെ എല്ലാ ഗ്രൂപ്പുകാരും ഒരുപോലെ ആദരിച്ചിരുന്ന ഒരു നേതാവാണ്. അദ്ദേഹം അടിയുറച്ചൊരു മതവിശ്വാസിയാണ്. പക്ഷേ എല്ലാ മതവിശ്വാസികൾക്കും അദ്ദേഹം സ്വീകാര്യനായിരുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു സ്വീകാര്യനായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ പ്രത്യേകത രാഷ്ട്രീയത്തിലെ മതത്തിലെ നിലപാടുകൾക്കപ്പുറം ഊഷ്മളമായ വ്യക്തിബന്ധം, സൗഹൃദം കാത്തുസൂക്ഷിക്കാൻ തങ്കച്ചൻ പ്രത്യേകം കാത്തുവച്ചു. തങ്കച്ചൻ ഓർക്കുമ്പോൾ ഞാൻ പ്രത്യേകം ഓർക്കുന്നത് അദ്ദേഹം സൗഹൃദത്തിൻ്റെ ആളാണ്, വ്യക്തിബന്ധത്തിൻ്റെ ആളാണ്, കൂട്ടായ്മയുടെ ആളാണ്. പ്രശ്നങ്ങൾ വഷളാക്കുന്ന ആളല്ല, പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ആളാണ്. അദ്ദേഹപോലുള്ള നേതാക്കന്മാർ കേരള രാഷ്ട്രീയത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വേർപാട് കേരള രാഷ്ട്രീയത്തിന് പൊതുവെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പ്രത്യേകിച്ച്, എനിക്ക് അതിലും പ്രത്യേകിച്ച് വളരെ തീയ നഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ എനിക്കുള്ള അഗാധമായ ദുഃഖം ഞാൻ രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോട് ഞാൻ എൻ്റെ അനുശോചനം അറിയിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ വേദനിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരോട്, പെരുമ്പാവൂരിലെ നാട്ടുകാരോട് എനിക്കുള്ള അഗാധമായ ദുഃഖം ഞാൻ രേഖപ്പെടുത്തുന്നു. അച്ഛൻ്റെ വേർപാടിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി ഓർമ്മകൾ പങ്കുവയ്ക്കുകയായിരുന്നു.